Welcome to In Catalyst. Today is the day one of your course. Are you excited for this journey? Altogether 15 days course എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ തന്നെ അധികം മെസ്സി ഒന്നും ആക്കാണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ദി ഫസ്റ്റ് തിങ് ഇസ് ദാറ്റ് നിങ്ങൾ എനിക്കൊരു 1 minute വീഡിയോ, ഓക്കെ, 1 minute വീഡിയോ സെൻഡ് ചെയ്യണം. ടോപ്പിക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഏത് ടോപ്പിക് ആയിക്കോട്ടെ, പ്രശ്നമില്ല. ബട്ട് ഇറ്റ് ഷുഡ് ബി ഓഫ് 1 minute വീഡിയോ, നോട്ട് ഓഡിയോ. ഇറ്റ് ഷുഡ് ബി ലൈക്ക് വീഡിയോ. ഓക്കെ, ഡൺ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ടാസ്ക്. യു ഹാവ് ടു ഡു ഇറ്റ്. ആ വീഡിയോ എനിക്ക് നിങ്ങൾ വിത്തിൻ 10 o'clock തന്നെ സെൻഡ് ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ടാസ്ക്. ഓക്കെ, ഇതിൽ നമ്മൾ സെക്കൻഡ് ടാസ്കിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ഫോമാറ്റ് അറിയാം. ഡെയിലി നിങ്ങൾക്ക് കുറച്ച് ടാസ്ക് ആയിരിക്കും. ഇത് ഡേ 1 ടാസ്കിന്റെ സീരീസ് ആണ്. ഈ ഒരു ടാസ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചതിന് ശേഷം നമ്മൾ എന്താന്ന് വെച്ചെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്തിട്ട് നമ്മളെ ടീം നിങ്ങൾക്ക് അയക്കുന്നതാണ്. ആ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറയും. അത് ചിലപ്പോൾ ഗ്രാമർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊനൗൺസിയേഷൻ ആയിരിക്കാം, എല്ലാം. ഇതിൻ്റെ ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് നോട്ട് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് ദ ഫസ്റ്റ് തിങ്. അതായത് വെറുതെ കേട്ടു വെച്ചു എന്നുള്ളതല്ല. നിങ്ങൾ ഇതിൻ്റെ ഒക്കെ, നിങ്ങളെ ഞാൻ എന്തൊക്കെ കറക്റ്റ് ആക്കിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിട്ടൺ നോട്ട്സ് കയ്യിൽ വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ടാസ്ക് എന്നുള്ളത്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ ഈ ഡേ 1 നിങ്ങൾക്ക് തരുന്ന ടാസ്ക് കറക്റ്റായിട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് എക്സാക്ട് അപ്ഡേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഡേ 1 നിങ്ങൾക്കൊരു കല്യാണത്തിന് പോകാനുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഇൻ കേസ് പറ്റിയില്ലെങ്കിൽ, നമ്മൾ ആ ടാസ്ക് കംപ്ലീറ്റ് ആയില്ല എന്ന് എഴുതും. അത് നിങ്ങൾ കോഴ്സിനെ ബാധിക്കുന്നതുമാണ്. 1 minute മാക്സിമം നിങ്ങൾ കൊണ്ട് ഒരു കോംപ്ലക്സും ഇല്ലാണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ഇന്റൻഷൻ. അതിന് നിങ്ങൾ കോപ്പറേഷൻ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡേ 15 പല ടാസ്ക്സ് ഉണ്ടാവും, നമ്പർ പറയുന്നില്ല. ആ ടാസ്ക് ഒക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ഡേ 15 കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അഡീഷണൽ ഒരു ആക്സന്റ് കോഴ്സിന്റെ ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതാണ്, വിച്ച് ഇസ് ലൈക്ക് ഫ്രീ ഓഫ് കോസ്റ്റ്. നിങ്ങൾ കോഴ്സിലുള്ളതല്ല, വിച്ച് ഇസ് ഫ്രീ ഓഫ് കോസ്റ്റ് ഫോർ യു ഗൈസ്. അതായത് നിങ്ങൾക്ക് അതിന് ഇംപ്രവൈസ് ചെയ്യാം. കോഴ്സ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ്, ഞാൻ അയക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് നിങ്ങൾ 15 days കോഴ്സ് ചെയ്തു, ചിലർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ 15 days കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ വന്നിട്ട് വീഡിയോസ് ആക്സസ് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഇത് പെർട്ടിക്കുലർലി 15 days മാത്രമാണെന്നുള്ളതല്ല. സോ ദി വൺ തിങ് ഇസ് ദാറ്റ് അൺലിമിറ്റഡ് ആക്സസ് ആണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കറക്റ്റ് ചെയ്ത് ഇത് നിങ്ങൾ വൃത്തിക്ക് എഴുതിയിട്ട് എനിക്ക് റിട്ടേൺ ഫോമാറ്റിൽ എൻഡ് കാണിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു വീഡിയോ, നിങ്ങളൊരു വീഡിയോ അയച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് അവിടെ വാസ് അല്ല ഉപയോഗിക്കേണ്ടത്, പാസ്റ്റ് ടെൻസിൽ ഐ മീൻ ലൈക്ക് അവിടെ ഈസ് അല്ല ഉപയോഗിക്കേണ്ടത്, വാസ് ആണ് ഉപയോഗിക്കേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുള്ളറ്റിൻ പോയിന്റ് പോലെ, അല്ലെങ്കിൽ നോട്ട് പാഡിൽ എങ്ങനെ എഴുതി വെക്കാം നോട്ട്സ്, അതുപോലെ എഴുതി വെക്കണം. അപ്പോൾ ഒരു ദിവസത്തിൽ തന്നെ നിങ്ങൾക്ക് ഒരു 10 to 20 മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഫോഴ്സ്ഡ് അല്ല. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്തു, ഒരു ടാസ്ക് ചെയ്തു, ആ മിസ്റ്റേക്ക് കഴിഞ്ഞതും ലൈക്ക് മാക്സിമം യു ഹാവ് ടു അവോയ്ഡ് ഇറ്റ് ഇൻ ദ നെക്സ്റ്റ് ടൈം എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മളെ ടീം നോട്ട് ചെയ്യുന്നുള്ളതായിരിക്കും. ലൈക്ക് ആർ യു ഡൂയിങ് ദാറ്റ്, റെക്ടിഫൈങ് ഇറ്റ് എന്നുള്ള രീതിയിൽ. സോ the very good thing or the best quality which you should have is that you should be able to learn you have to unlearn the things. അതായത് നിങ്ങൾക്കൊരു കാര്യം അറിയാമെങ്കിൽ അത് മാറ്റാനുള്ള ഒരു അക്സെപ്റ്റബിലിറ്റി അത് നിങ്ങളിൽ വേണം എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഈ കോഴ്സിനെ കുറിച്ചിട്ട് അറിയാനുള്ളത്. സോ ഡേ 1 ഫസ്റ്റ് ടാസ്ക് മറക്കണ്ട, 1 minute വീഡിയോ. So welcome to the task 2 of the In Catalyst first day course. Okay, വീഡിയോ ഒക്കെ റെഡി ആണല്ലോ, ഇൻട്രൊഡക്ഷൻ വീഡിയോ അതവിടെ നിന്നോട്ടെ. ടാസ്ക് 2 എനിക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചെങ്കിൽ, ഇതൊരു ബുക്കാണ് കേട്ടോ, റസ്കിൻ ബോണ്ടിന്റെ ദ ബ്ലൂ അംബ്രല്ല. വായിച്ചവർ കാണും, വായിക്കാത്തവർ കാണും, നോ സീൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിലത്തെ ഒരു പാരഗ്രാഫ് ഞാൻ വായിക്കും. ഓക്കെ, അത് വായിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് ലിങ്ക് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾ ആദ്യം എനിക്ക് മലയാളത്തിൽ ഒരു ഓഡിയോ സെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടായിട്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ ഓഡിയോ സെൻഡ് ചെയ്യണം. അപ്പോൾ ഓഡിയോ സെൻഡ് ചെയ്യുമ്പോൾ ഇത് തന്നെ പറയണമെന്നല്ല, ഞാൻ വായിച്ചതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അതിൻ്റെ ഓഡിയോ സെൻഡ് ചെയ്താൽ മതി, അത്രമാത്രം. ഓക്കെ, വലിയ ഹെർക്കൂളിസ് ടാസ്ക് ഒന്നുമല്ല. പിന്നെ വീഡിയോ വേണ്ട, ഓഡിയോ മതി. പിന്നെ
ഈ ടാസ്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇറ്റ് ഷുഡ് ബി ലൈക്ക് വിത്തിൻ 2 o'clock തന്നെ ആയിരിക്കണം നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഡൺ. അപ്പം നമ്മൾക്ക് വായിക്കാവുന്നതാണ്. പക്ഷേ ഫസ്റ്റ് 5 days നമ്മൾ വായിക്കുന്നത് ഇതായിരിക്കും. ഇറ്റ് ഈസ് ലൈക്ക് എ വെരി നോർമൽ ലാംഗ്വേജ്. അത്യാവശ്യം ബേസിക് ഇംഗ്ലീഷ് വായിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്താണ് കേൾക്കാൻ പറ്റുന്നതൊക്കെ ഇതാണ്, എന്താണ് ഈസി ആയിട്ട് ക്യാച്ചപ്പ് ചെയ്യാം. ബട്ട് ദ നെക്സ്റ്റ് 5 days ഞാൻ സ്പീഡ് കൂട്ടുന്നതായിരിക്കും. അതായത് ആദ്യത്തെ 5 days ഭയങ്കര നോർമലായിട്ട് സ്പേസ് കുറച്ചിട്ടൊക്കെ തന്നെയാണ് വായിക്കുന്നത്. ബട്ട് ദ നെക്സ്റ്റ് 5 days ഇറ്റ് ഇസ് നോട്ട് ഓഫ് ദാറ്റ് വേ. കുറച്ച് പേസ് കൂട്ടിയിട്ട് തന്നെ ആയിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് 5 ഇറ്റ്സ് എ സർപ്രൈസ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. ഇതില് യെസ്, സോ ദ റസ്കിൻ ബോണ്ടിന്റെ ബ്ലൂ അംബ്രല്ല ആണ്. ടാസ്ക് 2 which has to be submitted before 2 o'clock. Chapter 1. Neelu, Neelu, cried Binia. She scrambled barefoot over the rocks, ran over the short summer grass, up and over the brow of the hill, all the time calling, Neelu, Neelu, Neelu. Blue was the name of the blue-grey cow. The other cow, which was white, was called Gauri, meaning the fair one. They were fond of wandering off on their own down to the stream or into the pine forest, and sometimes they came back by themselves, and sometimes they stayed away. Almost deliberately, it seemed to Binia. If the cows didn't come home at the right time, Binia would send to fetch them. Sometimes her brother Biju went with her, but these days he was busy preparing for his exams and didn't have time to help with the cows. ഇതാണ്. ഓക്കെ, ഇതിൽ ഞാൻ ഇടയിൽ നിങ്ങൾക്ക് ടഫായി തോന്നുന്ന ഒരു വേർഡായിരിക്കും വാൻഡറിങ് ഓഫ്. വാൻഡറിങ് ഓഫ് എന്ന് വെച്ചെങ്കിൽ ഇങ്ങനെ അലിഞ്ഞു തിരിയാന്നൊക്കെ പറയില്ലേ, അതൊന്ന്. പിന്നെ രണ്ടാമത് വരുന്ന ഒരു വേർഡായിരിക്കും ഡെലിബറേറ്റ്ലി. ഡെലിബറേറ്റ്ലി എന്ന് വെച്ചെങ്കിൽ അറിഞ്ഞും കൊണ്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. പിന്നെ അത്രയേ ഉള്ളൂ. ഈ 2 വേർഡാണ് ടഫായിട്ട് വന്നിട്ടുള്ളത്. ഇത് രണ്ടാണ് ഇന്നത്തെ ടാസ്ക് 2 ചെയ്യേണ്ടത്. ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓഡിയോ സെൻഡ് ചെയ്യുക. ഡേ 1 ആയതുകൊണ്ടാണ് വേർഡ്സിനെ നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അത് പോരാത്തതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിളിലേക്ക് എനിക്കറിയില്ല, യെസ്, ഇതിന്റെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഓക്കെ, ഇതില് ഒന്ന് നിങ്ങൾക്ക് ഞാൻ കറക്റ്റ് ചെയ്യുമ്പോഴേക്ക് നിങ്ങളെ കറക്ഷനായിട്ടുള്ള എഡിറ്റഡ് വീഡിയോ വേണം, എനിക്ക് എഡിറ്റഡ് നോട്ട്സ് വേണം. അതും പോരാത്തതിന് ഓരോ പാരഗ്രാഫിലും നിങ്ങൾക്ക് 2 or 3 വേർഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ വൊക്കാബുലറി അല്ലെങ്കിൽ നിങ്ങളെ നോളജ് ഓഫ് ഹിയറിംഗ് വേർഡ്സ് കൂടി കൂടും. അതെനിക്ക് വൊക്കാബുലറി നോട്ട്സ് ആയിട്ട് വേറെ തന്നെ വേണം. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ടഫ്